തഴവയ ലേലായിൽ തരിച്ചുകിടുന്ന പാടങ്ങളും കരഭൂമിയും വൃത്തിയാക്കിയാണ് ഹരിത കേരളത്തിനായി കൃഷി ഇറക്കിയത്. കാടുമൂടിക്കിടന്ന 14 ഏക്കറോളം സ്ഥലത്താണ് കൃഷി ഇറക്കുന്നത്. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സജീവമായിരുന്ന എള്ളിൻ കൃഷി പുനരാരംഭിക്കാനുള്ള ശ്രമം കൂടിയായി ഹരിത കേരള മിഷന്റെ ഉദ്ഘാടനം. എള്ളിൻ കൃഷിയോടൊപ്പം പച്ചക്കറിയും വാഴയും 14 ഏക്കറിൽ കൃഷി ചെയ്യുന്നു. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഹരിത കേരളത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാടിൻ്റെ ഉൽപാദനത്തിലേക്ക് ഹരിതാഭമായ കേരളത്തെ വീണ്ടും ഹരിതാഭമായി തിരിച്ചു പിടിക്കുക, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മാക്സിമം കാർഷികോൽപാദനത്തിലേക്ക് ഉയർന്നു വരിക, അതിന് തരിശായി കിടക്കുന്ന മുഴുവൻ ഭൂമിയെ ഫലപ്രദമായി ഉപയോഗിക്കുക, ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിച്ച് നിലനിർത്തുക, അതുവഴി നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയർത്തിക്കൊണ്ട് ഭാവി കേരളത്തിൻ്റെ പച്ചപ്പ് സംരക്ഷിക്കുക, മാലിന്യമുക്തമായി നമ്മുടെ പ്രദേശത്തെ കാത്തു സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ഘടകങ്ങളാണ് ഈ പ്രോഗ്രാമിൽ ചേരുന്നത്. മന്ത്രി വേദിയിൽ തിരിതെളിച്ചപ്പോൾ സദസ്സിലും 60 വിളക്കുകൾ കത്തിച്ചു. സംസ്ഥാന രൂപീകരണത്തിന്റെ 60ാം വാർഷികത്തിന്റെ ഭാഗമായിരുന്നു ഇത്. തുടർന്ന് ചടങ്ങിനെത്തിയ ജനപ്രതിനിധികൾ പച്ചക്കറി തൈകൾ നട്ടു. കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഇപ്പൊ സ്കൂളുകളിലെല്ലാം പച്ചക്കറി കൃഷിയുണ്ട്, അടുക്കളത്തോട്ടമുണ്ട്. അപ്പൊ നമ്മുടെ വളരുന്ന തലമുറയും മുതിർന്ന തലമുറയും എല്ലാം ഈ പുതിയ സംസ്കൃതിയിലേക്ക് നമ്മൾ പുതിയതല്ല നഷ്ടപ്പെടുത്തിയത് വീണ്ടെടുക്കാനുള്ള അതിശക്തമായ ഇടപെടലിലേക്കാണ് നമ്മൾ പോകുന്നത്. നൂറുകണക്കിന് സ്ത്രീകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു ചടങ്ങ്. ചടങ്ങിൽ പങ്കെടുത്തവർക്കെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത പറങ്കിമാവിൻ തൈകളും വിതരണം ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.